ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത്. ആരോഗ്യത്തിൽ നിന്ന് അപ്പോളോ ഹോസ്പിറ്റലിലെ 3 ഓർത്തോപീഡിക് സർജൻസ് ആണ്. ഞാൻ രേണു, എനിക്കൊപ്പമുള്ളത് ഡോക്ടർ ജിക്കു, ഡോക്ടർ അജയ് കുമാർ, ഡോക്ടർ അരവിന്ദ്. വെൽക്കം ഡോക്ടേഴ്സ്. താങ്ക് യു. ഞാൻ ഈ ഓർത്തോപീഡിക് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മുട്ടുവേദന, സ്പോർട്സ്, അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒ പിയിൽ വരുന്ന പ്രശ്നങ്ങൾ, കേസുകൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മളൊരു ജനറൽ ഓർത്തോപെഡിക് സർജനെ പറ്റി പറയുമ്പോഴത്തേന് കോമൺ ആയിട്ട് വരുന്നത് പെടലി വേദന, നടുവേദന, മുട്ടുവേദന, പിന്നെ ഷോൾഡർ പെയിൻ. ഇങ്ങനെയുള്ള 4 സന്ധികളിലാണ് നമുക്ക് കൂടുതലായിട്ട് വേദനകൾ വരുന്നത്. സിംറ്റംസ് പറയുമ്പോഴത്തേന് ഓർത്തോപെഡിക്സ് മെയിൻലി പെയിൻ റിലേറ്റഡ് ആണ്, വേദനയായിട്ടാണ് വരുന്നത്. അതിൻ്റെ അകത്ത് മുട്ടുവേദന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഡോക്ടർ, മുട്ടുവേദനയുടെ ഏറ്റവും വലിയ കാരണം എന്താണ്? മുട്ടുവേദനയുടെ കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ബേസിക്കലി അതിൻ്റെ ഒരു അനാറ്റമി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അപ്പോൾ മുട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജോയിൻറ്റ്. നമ്മൾ എത്ര പ്രാവശ്യം മുട്ട് അനക്കുന്നുണ്ടെന്ന് നമുക്ക് ഓർക്കത്ത് പോലും നമ്മൾ മുട്ട് നോക്കുകയും മടക്കുകയൊക്കെ ചെയ്യും. ഇറ്റ്സ് എ കോൺസ്റ്റൻ്റ്ലി മൂവിങ് ഒരു പാർട്ടാണ് നമുക്ക്. അപ്പം അതിൻ്റെ അനാറ്റമി ഒരു ബേസിക്കലി നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഇത് എന്തുകൊണ്ടാണ് ഇത് വേദന വന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത് മുട്ടിൻ്റെ ഒരു മോഡലാണ്. ഇത് തൈ ബോണാണ്, ഇത് ടിബിയ, ഇത് ഫിബുല എന്ന് പറയും ഇവിടെ കാണുന്ന ഈ ബോണാണ്. ഇത് മുട്ടുചിരട്ട എന്ന് പറയുന്നത്. അപ്പം ഇത് ഫീമറൽ കോണ്ടൈൽ എന്ന് പറയും. ഫീമറൽ കോണ്ടൈൽ എന്ന് പറഞ്ഞാൽ ഈ തുടയസ്ഥിയുടെ താഴെ വരുന്ന പാർട്ട്. അപ്പോൾ ഇത് ടിബിയ എന്ന് പറയും. ടിബിയ എന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുന്ന ടിബിയ. അപ്പോൾ അതൊരു ഫ്ലാറ്റ് സർഫസാണ്. അതിനോട്ട് ഇവിടെ ഉണ്ടിരിക്കുന്ന ഒരു ബോണാണ് അങ്ങോട്ടൊന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു ഹിഞ്ച് പോലത്തെ ഒരേ യൂണി ഡയറക്ഷണൽ മൂവ്മെൻ്റ് ഉള്ളൊരു ഇനിയാണ്. ഇപ്പോൾ ചെറിയ ഇങ്ങനെയുള്ള റൊട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതിനകത്ത് വാഷർ പോലൊരു മെനിസ്കസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഇരിക്കുന്ന ജോയിൻ്റ് ആണല്ലോ, അതിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, കൊളാറ്ററൽ ലിഗമെൻറ്റ്സ്, മെനിസ്കസ്, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം കൂടി ചേർന്നാണ് ഈ മുട്ടിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും സ്ട്രക്ചറിന് അസുഖം ബാധിക്കുകയാണെങ്കിൽ അത് മുട്ടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇതിലേതവന് പണി വന്നാലും നമുക്ക് മുട്ടുവേദന വരും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എങ്ങനെ ഇതൊക്കെ വരുന്നെന്നുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കൂടുതലും കണ്ടുവരുന്ന ട്രോമാറ്റിക് ഒരു ഇഞ്ചുറിയാണ്. വീഴ്ചകളൊക്കെ വളരെ കോമൺ ആയതുകൊണ്ട് ഈ ട്രോമയിൽ ഈ പറഞ്ഞ ഏത് സ്ട്രക്ചർ വേണമെങ്കിലും ഡാമേജ് ആവാം. മെനിസ്കസോ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഡാമേജ് ആവും. പിന്നെ ഉണ്ടാകുന്നത് ഇൻഫ്ലമേറ്ററി. നമുക്ക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ ടിഷ്യൂസിനുണ്ടാകുന്ന ഒരു നീർക്കെട്ട് പോലത്തെ ഒരവസ്ഥയാണ് ഇൻഫ്ലമേഷൻ. അപ്പോൾ ഇൻഫ്ലമേഷൻ വരുന്നതും പല കാരണം കൊണ്ട് വരാം. വാത സംബന്ധമായ അസുഖങ്ങൾ വരാം, യൂറിക് ആസിഡ് പോലുള്ള ഡെപ്പോസിറ്റ്സ് കൊണ്ട്, കാൽഷ്യം പൈറോഫോസ്ഫേറ്റ് ഡെപ്പോസിറ്റ്, അങ്ങനെയൊക്കെ വളരെ അങ്ങനെ കുറേ അസുഖങ്ങൾ ചേർന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഈ റൊമാറ്റിക് അസുഖങ്ങളൊക്കെ ഈ മുട്ടുവേദന ഉണ്ടാക്കാം. പിന്നെ ഉണ്ടാകുന്നത് ഇൻഫെക്റ്റീവ് അണുബാധ, ഏതെങ്കിലും ശരീരത്തുണ്ടാകുന്ന അണുബാധ ഈ മുട്ടിൽ വരാം, അല്ലെങ്കിൽ മുട്ടിൽ തന്നെ അണുബാധ ഉണ്ടാകുന്ന അവസ്ഥകൾ വരാം. ഇമ്മ്യൂണോ സപ്രഷൻ, അതായത് ബോഡിയുടെ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്ന സമയത്ത് അണുബാധ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ അണുബാധ കൊണ്ടുണ്ടാകുന്ന ഡിഫറൻറ്റ്, പിന്നെ ട്യൂബർക്കുലോസിസ് പോലത്തെ അത് വേറെ ടൈപ്പ് ഓഫ് അണുബാധയാണ്, അതൊക്കെ മുട്ടിനെ ബാധിക്കാം. അപ്പം പിന്നെ നിയോപ്ലാസ്റ്റിക്, വേറെ ട്യൂമർ, ക്യാൻസറസ് ആയിട്ടുള്ള ചില അസുഖങ്ങളും ഈ മുട്ടിനെ ബാധിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫെക്റ്റീവ്, അത് ഞാൻ പറഞ്ഞു, ട്രോമാറ്റിക്, ഇൻഫ്ലമേറ്ററി, ഇൻഫെക്റ്റീവ്, പിന്നെ ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ, തേയ്മാനം എന്നൊക്കെ പറയുന്നത്, പ്രായമാകുമ്പോൾ ഉണ്ടാകും തേഞ്ഞു പോകുന്നത്, ഓവർ യൂസ് കൊണ്ടുള്ളതൊക്കെ ഇഞ്ചുറീസ്. പിന്നെ ഉള്ളത് ഈ റിപ്പീറ്റഡ് യൂസ് ഉള്ള ബേഴ്സൈറ്റിസ്, മുട്ട് കുത്തുന്നവരിലൊക്കെ ചിലപ്പം ബേഴ്സൈസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ, ഇങ്ങനെ കുറേ കാരണങ്ങൾ വരും മുട്ടുവേദനയ്ക്കുണ്ടാകുന്നത്. ഒരു ഓർത്തോപെഡിക് സർജനെ സംബന്ധിച്ച് ഏത് സ്ട്രക്ചറാണ് ഇത് തകരാറായേക്കുന്നത്, ഏത് സ്ട്രക്ചറിന് അസുഖം ബാധിച്ചേക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് കഴിഞ്ഞിട്ട് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മുട്ടിൻ്റെ സർജറിയിലോട്ട് വരികയാണെങ്കിൽ ഇതിലേതൊക്കെ കാര്യങ്ങൾക്കാണ് സർജറികൾ ഉപയോഗിക്കേണ്ടി വരിക? ഈ സർജറി എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അത് പല റീസൺ കൊണ്ടുണ്ടാവാം. യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ട്രോമാറ്റിക് ആയിരിക്കും മോസ്റ്റ് കോമൺ കോസ്, ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മുടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. നമ്മൾ പേഷ്യൻറ്റിനെ ഹിസ്റ്ററി ചോദിക്കും, അത് കഴിഞ്ഞ് എക്സാമിൻ ചെയ്ത് നോക്കും. അപ്പോൾ എക്സാമിനേഷനിൽ തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്താണ് അതിൻ്റെ അകത്ത് പറ്റിയിട്ടുള്ള പ്രോബ്ലം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലിഗമെൻറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, മെനിസ്കസിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ചിരട്ടയുടെ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ, ബേസിക് ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ ആണ്. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ബോണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാം. അതും കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഈ MRI എന്ന് പറയുന്നത്. അപ്പോൾ MRI ആണ് ഇതിൻ്റെ ഡെഫിനിറ്റീവ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. കാരണം സോഫ്റ്റ് ടിഷ്യൂ കാണണമെങ്കിൽ നമുക്ക് MRI എടുക്കണം.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സർജറിയിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം സർജറിയിലോട്ട് പോയില്ല. പല കണ്ടീഷൻസും നമുക്ക് കൺസർവേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം, അതായത് നോൺ സർജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളത് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ചില കണ്ടീഷൻസിൽ ഡെഫിനറ്റ്ലി സർജറി ഇൻഡിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഈ മെനിസ്കൽ ഇഞ്ചുറീസ്, ലിഗമെൻ്റ് ഇഞ്ചുറീസ്, അത് പേഷ്യൻറ്റിൻ്റെ സിംറ്റം അനുസരിച്ച് ഇരിക്കും. ഇപ്പോൾ പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, മുട്ട് തെന്നുന്ന പോലെയുണ്ട്, അല്ലെങ്കിൽ മുട്ടിന് ലോക്കിംഗ് സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഡെഫിനറ്റ്ലി സർജറിയിലോട്ട് പോകുന്ന കേസുകൾ. അപ്പോൾ നമ്മൾ അത് പേഷ്യൻറ്റിന് സ്പെസിഫിക് ആയിട്ടാണ് നമ്മളിത് ഡിസൈഡ് ചെയ്യുന്നത് അത് എന്താ വേണ്ടതെന്നുള്ളത്. ഡോക്ടർ, ഇപ്പോൾ മുട്ടുവേദന വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു സ്പ്രെയിനിൽ നിന്നാവാം, ചിലപ്പോൾ അതൊരു ടിയർ ആയിരിക്കും, ACL ടിയർ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ സ്പ്രെയിനും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും? ഓക്കെ, സ്പ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 തരത്തിലുള്ള സ്പ്രെയിനുകളാണുള്ളത്. ഒന്ന് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 സ്പ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിഗമെൻസിൻ്റെ വലിച്ചിലാണ് ടൈപ്പ് 1 സ്ട്രെയിൻ എന്ന് പറയുന്നത്. ടൈപ്പ് 2 സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഗമെൻ്റ് പകുതി ആയി കട്ടായിരിക്കുന്നു, പൂർണ്ണമായിട്ട് കട്ടായിട്ടില്ല. ടയർ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ലിഗമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രേക്കേജിനാണ് നമ്മൾ കംപ്ലീറ്റ് ടയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഗ്രേഡ് 3 സ്ട്രെയിൻ. ഇപ്പം നമ്മുടെ ഒരു ആദ്യത്തെ ഗ്രേഡ് 1 സ്ട്രെയിനിൽ നമ്മുടെ ലിഗമെൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴത്തേന് വേദന കാണും, ചിലപ്പോൾ സ്വല്പം സ്വെല്ലിങ് കാണും. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴത്തേന് കുറച്ച് ഇൻസ്റ്റെബിലിറ്റി കാണും, ഒരു ഫുള്ളായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി കാണത്തില്ല. ദ സ്ട്രക്ചർ വിൽ ബി ഗ്രോസ്ലി ഇൻടാക്ട്. പക്ഷേ ഒരു ഫുൾ ടയർ ആയി കഴിയുമ്പോഴത്തേന് ദാറ്റ് ഈസ് എ ഗ്രേഡ് 3 സ്പ്രെയിൻ. ദ ലിഗമെൻറ്റ് ഈസ് നോൺ ഫങ്ഷണൽ. നമ്മൾ സ്വെല്ലിങ്, കുറച്ചുകൂടെ ബ്ലീഡിങ് കൂടുതലായിട്ട് നമ്മുടെ മുട്ട് കുറച്ചുകൂടെ നീര് വെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴത്തേന് ദ ജോയിൻറ്റ് വിൽ ബി ഗ്രോസ്ലി അൺസ്റ്റേബിൾ. ഇതാണ് ക്ലിനിക്കലി വരുന്നത്. അത് കഴിയുമ്പോഴത്തേന് നമ്മൾ ഗ്രേഡ് 1 സ്പ്രെയിനിന് നമ്മൾ ഒരു എക്സ്റേയോ അതുപോലുള്ള ലളിതമായ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് വി റൂൾ ഔട്ട് ഫ്രാക്ചേഴ്സ്. ഒരു ഗ്രേഡ് 3 സ്പ്രെയിൻ, ഇഫ് യു ആർ സസ്പെക്ടിങ് എ ഗ്രേഡ് 3 സ്ട്രെയിൻ ഓർ എ കംപ്ലീറ്റ് ടയർ, ദെൻ വി വിൽ ഗോ ഫോർ സോഫ്റ്റ് ടിഷ്യൂ ഇമേജിംഗ് മൊഡാലിറ്റീസ് ലൈക്ക് MRI സ്കാൻ. അതുകൊണ്ട് നമ്മളത് കൺഫേം ചെയ്യും. ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ലിഗമെൻറ്റ് സ്പ്രെയിൻസിനെ നമ്മൾ റൈസ് എന്ന അക്രോണിമിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. റെസ്റ്റ്, ഐസിങ്, കംപ്രഷൻ ആൻഡ് എലിവേഷൻ. അതാണ് ആദ്യത്തെ ഉള്ള ഒരു ചികിത്സാ രീതി. അത് കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആയി കഴിയുമ്പോഴത്തേന് നമ്മളൊരു പ്രൊട്ടക്റ്റഡ് വെയിറ്റ് ബെയറിങ് കഴിഞ്ഞിട്ട് ജെൻറ്റിലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രസീവായിട്ട് നമ്മൾ മൂവ്മെൻറ്റ്സും എക്സസൈസും ആംഗിൾ അല്ലെങ്കിൽ നീ റീഹാബിലിറ്റേഷൻ, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ലിഗമെൻറ്റ് സ്പ്രെയിൻ. ഒരു സർജിക്കലായിട്ട് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടയർ, ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ACL ടയർ, അത് എല്ലാ ACL ടയറിനും നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ACL ടയർ ഉള്ള ആൾക്കാരെ നമ്മൾ 3ആയിട്ട് നമുക്ക് തിരിക്കാമെന്ന് പറയും. ACL ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ, ACL ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആൻഡ് പാർഷ്യലി ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ. ACL ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ACL കംപ്ലീറ്റ് ആയിട്ട് ടയർ ആയിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് അഫക്റ്റഡ് ആകും. എന്ന് വെച്ചാൽ അവന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരും. ACL ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ACL ഇല്ലേലും ഹി വിൽ ബി ഏബിൾ ടു മാനേജ്. ആൻഡ് പാർഷ്യലി ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കുറച്ച് ഒരു ആക്ടിവിറ്റീസ് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി ഏബിൾ ടു ലീഡ് എ നോർമൽ ലൈഫ്. അപ്പോൾ ഈ ആദ്യത്തേതിലും രണ്ടാമത്തേതിലും ACL ഡിപ്പെൻഡൻറ്റ് പേഴ്സണിലും ACL പാർഷ്യലി ഡിപ്പെൻഡൻറ്റ് പേഴ്സണിലും നമ്മൾ സർജറി നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്പോർട്സിലാണല്ലോ നമ്മൾ ACL ടിയേഴ്സ് ഒത്തിരി കാണാറ്, ആണോ? സ്പോർട്സിലല്ലാണ്ട് ACL ടിയേഴ്സ് കാണാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? റീസൺ ഇപ്പോൾ ട്രോമയുടെ ഇത് കൂടിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം വെഹിക്കുലർ ആക്സിഡൻ്റ് ആയാലും വീഴ്ചകളൊക്കെ ആണെങ്കിലും അതൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ കൂടുമ്പോഴത്തേക്ക് അത് അഫക്റ്റ് ചെയ്യുന്നത് ഈ മുട്ടിൻ്റെ ലിഗമെൻസിനെയാണ്. കാരണം ഈ മുട്ടിൽ നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ട്രോമ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മുട്ടിൽ ഇടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ലിഗമെൻസ് ടയറായി പോകുന്നു. അപ്പോൾ ലിഗമെന്റ്. പിന്നെ രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കൊളാജൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഫൈബറാണ്. ഈ കൊളാജൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ സ്ട്രെസ് വരുന്നതനുസരിച്ച് അതിൻ്റെ മെച്യൂറേഷൻ കൂടും, അതിൻ്റെ സ്ട്രെങ്ത് കൂടും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരുന്നത് കുറേ നേരം സെഡൻറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നവരുടെ റിഫ്ലക്സസ് ഒക്കെ മോശമായിരിക്കും. അപ്പം റിഫ്ലക്സസ് ഒക്കെ മോശമാകുമ്പോഴും അത് മാത്രമല്ല ഇവരുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കുറവ് കൊണ്ട് ഈ ലിഗമെൻറ്റ്സ് ഒക്കെ അത്ര നല്ല സ്ട്രോങ് ആയിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ഫുട്ബോൾ കളിക്കുന്നവർക്ക് അവർ ഭയങ്കര വീഴ്ചയൊക്കെ വീഴും, ഭയങ്കര അടി കിട്ടി, അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അത് ഈസ് ബിക്കോസ് ഓഫ്
കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്ത് ഈ മസിൽസും ഒക്കെ റിഫ്ലക്സസ് ഒക്കെ നല്ല സ്ട്രോങ് ആയതുകൊണ്ടും ഈ കൊളാജിൻ്റെ ഫൈബറിൻ്റെ മെച്യൂറേഷനൊക്കെ നല്ലതായതുകൊണ്ടും. വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രോയിലർ ചിക്കനും നമ്മുടെ നാടൻ കോഴിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ അതിൻ്റെ കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോട്ടീൻ്റെ വ്യത്യാസം. എക്സാക്ട്ലി സെയിം തിങ്. അത് കുറച്ച് നമുക്ക് ഹ്യൂമൻ ലൈഫിലും ആപ്ലിക്കബിളാണ്. ബയോളജി ഓൾമോസ്റ്റ് സെയിമാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ബയോളജിക്ക് ഒരു ഇതുണ്ട്. ഓക്കെ, അതിനകത്ത് മെച്യൂറേഷൻ നമ്മളിത് മോർ യു ട്രെയിൻ യുവർ സെൽഫ് മോർ സ്ട്രെങ്ത് യു ഗെറ്റ്. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺസ്. ഇത് അപ്പോൾ ഈ ടയർ വന്നു എന്ന് വിചാരിക്കുക, യെസ്. ടയറിനുള്ള ഏക സൊല്യൂഷൻ സർജറിയാണോ? അല്ല, ടയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടയർ ലീഡിങ് ഓൺ ടു ഇൻസ്റ്റെബിലിറ്റി. ഓ, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ലിഗമെൻറ്റ് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു ലിഗമെൻറ്റ് പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ചെറിയ മൂവ്മെൻറ്റിനൊന്നും പ്രശ്നമില്ല നമുക്ക്, കാരണം ഇതെല്ലാം കോൺഗ്രുവൻ്റാണ്. അതായത് ഇതിന് ചേർന്ന ഒരു മോഡലാണ്, ഇപ്പോൾ TBAക്ക് ചേർന്ന രീതിയിലാണ് ഫീമർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നടന്നു പോവുകയാണെങ്കിൽ തെന്നി പോകത്തില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ പെട്ടെന്ന് തിരിയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള സ്റ്റെബിലിറ്റി ഈ ലിഗമെൻ്റ് ഇല്ലെങ്കിൽ മുട്ടിന് കിട്ടത്തില്ല. ഇതെല്ലാം കറക്റ്റ് ഐസോമെട്രിക് പോയിന്റിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് നടന്നു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്ന് തിരിയേണ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഗമെൻ്റ് ഇല്ലെങ്കിൽ മുട്ട് അങ്ങ് അൺസ്റ്റേബിൾ ആവും, വെട്ടിപ്പോകുന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനെ ആയപ്പോൾ ചിലപ്പോൾ മറിഞ്ഞു വീഴും, ചിലപ്പോൾ മുട്ടിനുണ്ടാവുന്ന ഇഞ്ചുറി കൂടും. അപ്പം അതാണ് അത് ഈവൻച്വലി ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ആയി കഴിയുമ്പോഴത്തേക്ക് മുട്ടിനകത്ത് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും, തേയ്മാനമൊക്കെ വരും. മനസ്സിലായി. അപ്പം ആ വെയർ ആൻഡ് ടയർ കുറയ്ക്കാനും കൂടെയാണ് നമ്മൾ ഈ ലിഗമെൻ്റ് റീകൺസ്ട്രക്ഷൻ പറയുന്നത്. സപ്പോസ് ഒരു യങ് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലായതുകൊണ്ട് നമ്മൾ നേരത്തെ റീകൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അത്രയും ഡാമേജ് കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇവൻച്വലി പെട്ടെന്ന് നേരത്തെ തന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസ് സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെക്ടൻസിയും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളതുകൊണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് റീകൺസ്ട്രക്ടിങ് റിപ്പയറിങ് എ ലിഗമെൻ്റ് ഈസ് മോർ. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് ഇപ്പം ആൾക്കാരും കുറവാണ്, വീട്ടിലൊക്കെ എല്ലാവരും നോക്കാനൊന്നും ആരുമില്ല, തന്നെ ജീവിച്ചോണം. ദാറ്റ് ഈസ് ഓൾസോ അനദർ പോയിന്റ്. ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സ്വയം നമ്മളത് ഇൻഡിപെൻഡൻറ്റ് ലൈഫ് സ്റ്റൈലിലോട്ട് എത്തണം. കാര്യമില്ല, യു ഹാവ് ടു ലീവ് യുവർ ഓൺ. അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ടും ഈ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ ഇങ്ങനത്തെ ഇഞ്ചുറീസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. മുട്ടുവേദനയും കൊണ്ട് നടക്കരുത്. പോയി കഴിഞ്ഞാൽ ഇരുന്ന് പോയാൽ നമുക്ക് സഹായിക്കാനായിട്ടില്ല, നമ്മൾ തന്നെ ഉള്ളൂ. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിരിക്കുകയാണേലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അഫക്റ്റഡ് ആവാതെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മളത്, സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നല്ലത് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ വണ്ടിയുടെ വീൽ അലൈൻമെൻ്റ് ഒക്കെ പോയാൽ നമ്മളത് അത്ര മാനേജ് പറയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് റോഡിലൊക്കെ ഇറങ്ങി പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. സെയിം തിങ് ഈസ് ആപ്ലിക്കബിൾ ടു നമുക്ക്. ശരിയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ACL ടയർ ഇതുപോലത്തെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മളൊരു സ്പോർട്സ് പ്ലെയർ എടുക്കാമെന്ന് വിചാരിക്കാം. ചില സ്പോർട്സ് പ്ലേയേഴ്സ് അവർ നമ്മൾ ഇഞ്ചുറി കേൾക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നെയ്മറിനെ കുറിച്ച് പറയാറുണ്ട്, ഇഞ്ചുറി കൊണ്ട് മടുത്ത്. നെയ്മറിന് ഇഞ്ചുറിയാണ്. റൊണാൾഡോ, മെസ്സി 7 സീസണിൽ കളിയാണ്. എംബാപ്പെ കളിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഇതിങ്ങനെ അപ്പോൾ നമുക്കറിയാവുന്ന ഇപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതിൽ ചിലർക്ക് എന്നും ഇഞ്ചുറിയാണ്, ചിലർക്ക് യാതൊരു കുഴപ്പമില്ല. അതെന്തുകൊണ്ടാണ് ചില ആളുകളിൽ അതങ്ങനെ ACLന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത, ലിഗമെന്റിന് അങ്ങനെ ഉണ്ടോ? ഇത് അത് ലിഗമെന്റിന്റെ പ്രത്യേകത മാത്രമല്ല, ഈ ലിഗമെന്റിന് ആക്ച്വലി ഒരു ലിമിറ്റ് വിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടും. അപ്പോൾ ആ ലിഗമെന്റിലേക്ക് ലോഡ് വരുന്നത് പ്രിവെന്റ് ചെയ്യണം. അപ്പോൾ അതിന് ഉള്ളതാണ് മസിൽസ്. ഈ മസിൽ സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ ഇപ്പോൾ ഈ സീസൺ വരുമ്പോൾ അതിന് മുന്നേ ഈ പ്രീ വർക്കൗട്ട് കാര്യങ്ങളുണ്ട്. മസിൽ സ്ട്രെങ്തനിങ് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രെച്ചിങ് എക്സസൈസുകൾ. അപ്പോൾ പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്ത ലിമ്പുണ്ടെങ്കിൽ ഈ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കുറവാണ്. മറിച്ച് മസിൽസ് വീക്കാന്ന് വിചാരിക്കും, ഇപ്പോൾ ഈ ട്വിസ്റ്റിംഗ് ലോഡ് വരുമ്പോൾ ഡയറക്റ്റായി ലിഗമെൻറ്റിലേക്കാണ് അത് വരുന്നത്, അതുകൊണ്ടത് പൊട്ടും. അപ്പോൾ ഒന്ന് ആ മോഡ് ഓഫ് ഇഞ്ചുറി. അപ്പോൾ എന്തായാലും ഇഞ്ചുറി പ്രോണായിട്ടുള്ള ആളെന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അത് നമ്മൾ ബേസിക്കലി അവരുടെ കോർ സ്ട്രെങ്ത്തും മസിൽ സ്ട്രെങ്ത്തും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, മടക്കുന്ന ഒരു മൂവ്മെൻറ്റ്, ഈ മടക്കുന്ന മസിൽ അതിന് സിങ്ക്രണൈസ് ആയിട്ട് ഇത് റിലാക്സ് ചെയ്ത് കൊടുക്കണം. ഇറ്റ്സ് എ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ കൈ മടക്കുന്നെന്ന് പറയുമ്പം ഇവിടെ ഒരു മസിൽ ലൂസായി കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് മടക്കാൻ പറ്റുന്നത്.
അപ്പോൾ ഇത് രണ്ടും വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ നെറ്റ്വർക്കിൽ പോക്കുക, ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആകത്തില്ല, എല്ലാവരും മാനുഫാക്ചറിങ് ഒരേപോലെ അല്ല വരുന്നത്. അല്ല. കാരണം ഈ ജനറ്റിക് ഇതുള്ളത് കൊണ്ട് ഇപ്പോൾ കാർ ഇപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ക്ലോൺ ചെയ്ത് വരുന്നില്ല. മനുഷ്യരങ്ങനെയല്ല. മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈച്ച് ഇഞ്ചുറി ഈസ് ഡിഫറെൻറ്റ്. കാരണം ഈ ജനറ്റിക് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ആയിരിക്കത്തില്ല വേറൊരാൾക്ക്. അപ്പം അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. അതാണ് മനുഷ്യൻ്റെ ബയോളജിയുടെ പ്രത്യേകത. ഓക്കെ. അപ്പം ഒരാളുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ആയിരിക്കത്തില്ല വേറൊരാൾക്ക്. അതുകൊണ്ടാണ് 1 in 1 billion ഒക്കെ ചിലരൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നത്. ഐ ഗെറ്റ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ അത് തന്നെ. അപ്പം ആ പോയിന്റ് അത് അല്ല, അപ്പോൾ സാറ് പറഞ്ഞതിലും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ടല്ലോ, ഈ അലൈൻമെൻറ്റും അങ്ങനെ മാറും. പല ആൾക്കാർക്കും പല അലൈൻമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ വാരസിലായിരിക്കും അവരുടെ നോർമൽ അലൈൻമെൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഈ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും ഈ അലൈൻമെൻറ്റ് വ്യത്യാസം വരുമ്പോൾ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അല്ല, അപ്പോൾ ഏജിന് ഇതിലൊരു ഫാക്ടറുണ്ട്. അതായത് ചില പ്രായത്തിൽ സ്പോർട്സുകാർക്ക് അവർ ഇഞ്ചുറി കൂടുതൽ വരും, പക്ഷേ ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ അവർ സ്റ്റെബിലൈസ് ആവും, അത് കഴിഞ്ഞാൽ ഇഞ്ചുറി കുറവായിരിക്കും. അങ്ങനെയുണ്ടോ? മെയിൻലി ഇതിലേക്ക് നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ലൈക്ക് മസിൽ കണ്ടീഷനിങ് ആൻഡ് മസിൽ സ്ട്രെങ്ത്. യങ് ആയിട്ടുള്ള ഒരു സ്കെലിറ്റലി ഇൻമെച്യൂർ അല്ലെ ഒരു 18 വയസ്സ് അല്ലെ അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ നമ്മുടെ മസിൽ സ്ട്രെങ്ത് വിൽ നോട്ട് ബി ദാറ്റ് മച്ച്. നമ്മുടെ മസിൽ സ്ട്രെങ്ത് കാണത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവരവിടെ സ്പോർട്സിൽ ദേ ആർ like in active professional sports for almost 3-4 years, then their muscle strength will be better. Okay. So as they proceed in their professional career, they become more and they will be more exposed to more kind of specialized coaching and conditioning and strengthening of the muscles. അപ്പോഴത്തേനും അവരുടെ ഇഞ്ചുറീസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ഒരു 10,000 hours ഓഫ് വർക്ക് എന്നൊക്കെ പറയുന്ന 10 years ഓഫ് പ്രാക്ടീസ്, 10,000 hours ഓഫ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അത്രയും കണ്ടീഷനിങ് ആവുക. അപ്പം നമ്മുടെ ബ്രെയിനൊക്കെ അതനുസരിച്ച് എല്ലാ റിഫ്ലക്സസ് ഒക്കെ അതനുസരിച്ച് അങ്ങ് സൂപ്പറാവും. മസിൽസ് ഒക്കെ ആ റിഫ്ലക്സ് ഒക്കെ ഇവിടുന്ന് ആലോചിക്കാൻ തുടങ്ങുമ്പോഴേ അത് അവിടെ എത്തുന്നുണ്ട്. അതൊക്കെ മസിൽ മെമ്മറി എന്നൊക്കെ പറയും. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചുറി കുറയും. അപ്പം ദാറ്റ്സ് ഓൾസോ വൺ ഫാക്ടർ. തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, നമുക്ക് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, എനർജി ഭയങ്കര കൂടുതലായിരിക്കും, പക്ഷെ മസിൽസ് അതനുസരിച്ച് വരുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇനി വീണാ കിടി കിട്ടുമെന്നുണ്ടോ, കുറച്ച് ശ്രദ്ധിച്ച് കളിക്കാനായിട്ട്. അതൊരു ദാറ്റ്സ് എ കറക്റ്റ് ഒബ്സർവേഷൻ. കറക്റ്റാണ്. ഞാനും ആലോചിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ വണ്ടി എടുക്കാൻ ആദ്യം സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോൾ ചെറിയ വീഴ്ചയായിരിക്കും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് മനസ്സിലാവും ഈ റോഡ് കണ്ടാൽ സൂക്ഷിച്ചു പോകണം, ബാലൻസും ഇവിടെ വീഴരുന്നത്. ഓക്കെ, അതാണ് ശരിയാണ്. ആ ഒരു 23-24 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ആ കളിയിലും കളത്തിലും മെച്ചുവേർഡായി നമ്മൾ, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഫുട്ബോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്ന സ്പോർട്ട് ഏതാണ്? ഈ ടർഫൊക്കെ വന്നേ പിന്നെ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഈ ടർഫിൽ ഇവർ യൂസ് ചെയ്യുന്ന ബൂട്ട് ഉണ്ടല്ലോ, അതിന് പ്രത്യേക തരം ബൂട്ട് യൂസ് ചെയ്യണം. ചില ആൾക്കാർ ഈ നോർമലായിട്ടുള്ള ബൂട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇവരുടെ മുട്ട് ലോക്കായി പോകും. ഈ ഓടി ബേസിക്കലി ഇതൊരു പിവട്ട് ചെയ്യുന്ന ടൈമിലാണ് ഈ ഇഞ്ചുറി പറ്റുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുട്ട് അതിൽ ലോക്കായി പോകും, എന്നിട്ട് ബോഡി വെയിറ്റ് കംപ്ലീറ്റ് മുട്ടിൽ മാറി. ഓർത്തിട്ട് തന്നെ വേദന എടുക്കണം. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഞ്ചുറിയാണ്. ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഫുട്ബോൾ ഇഞ്ചുറീസ് തന്നെയാണ്. അപ്പോൾ ഈ ACL ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ശരിക്കും എത്ര നാളെടുക്കുക? നമ്മൾ ACL ഇഞ്ചുറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അക്യൂട്ട് ഒരു പിവട്ടിങ് ഇഞ്ചുറിയാണ് സ്റ്റാൻഡേർഡായിട്ട്. നമ്മുടെ പ്ലാന്റഡ് ഫുട്ടിൽ നമ്മുടെ ബോഡി ട്വിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ACL ഇഞ്ചുറിയുടെ കാരണം. ACL ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി ഒരു പേഷ്യൻറ്റ് ലൈക്ലി ടു ഹാവ് ഒരു സ്നാപ്പിംഗ് ഒരു ഫീലിംഗ് ആദ്യം വരും. പിന്നെ ഇമ്മീഡിയറ്റ് ഓൺസെറ്റ് ഓഫ് സ്വെല്ലിംഗ്, ഉടനെ തന്നെ കാല് വളരെയധികം നീര് വെക്കുന്നു. കാരണം ദ ലിഗമെൻ്റ് ഹാസ് റപ്ചേർഡ് ആൻഡ് നമ്മൾ ബ്ലഡ് വിൽ ബി കളക്ടിങ് ആൻഡ് ദർ ഇസ് ഇമ്മീഡിയറ്റ് ഓൺസെറ്റ് ഓഫ് സ്വെല്ലിംഗ്. പേഷ്യൻറ്റിന് നടക്കാനായിട്ട് ആദ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ വിൽ ബി ഏബിൾ ടു മാനേജ്, ബട്ട് നല്ല ലിംബിങ് കാണും. നമ്മളൊരു ACL ഇഞ്ചുറി വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം എക്സാമിൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ പേഷ്യൻറ്റിനെ ആദ്യം ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുന്നു, ലുക്കിംഗ് അറ്റ് ദ ഗേറ്റ്. പിന്നെ ബാക്കി എല്ലായിടത്തും ഫീൽ ചെയ്ത് ബോണി ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ, ഹൗ മച്ച് ഈസ് ഏബിൾ ടു മൂവ് ദ നീ, ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് വി വിൽ സെൻഡ് ഫോർ എക്സ്റേസ്, ഒരു റൊട്ടീനായിട്ട് എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് വല്ലതും ഉണ്ടോ എന്ന്. ACL ഇഞ്ചുറിക്കകത്ത് തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ചെറിയ അവൾഷൻ ഫ്രാക്ചേഴ്സ് കാണപ്പെടുന്നതാണ്. മേജറായിട്ടുള്ള ഫ്രാക്ചേഴ്സ് അല്ലാതെ ചെറിയ ബോണി അവൾഷൻസ് എല്ലാം ACL ഇഞ്ചുറിയുടെ കൂടെ കാണുന്നതാണ്. അങ്ങനെയൊക്കെ എന്ത് കണ്ടീഷനാണേലും നമ്മൾ ആദ്യം വരുമ്പോഴത്തേന് നമ്മൾ ആദ്യം പേഷ്യൻറ്റിന് ഒരു
കപ്പിൾ ഓഫ് വീക്സ് ഓഫ് റെസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യും. നമ്മൾ പേഷ്യൻ്റെ അടുത്ത് വി വിൽ ഗീവ് എ പെയർ ഓഫ് ക്രച്ചസ്. പേഷ്യൻ്റ് വളരെ അൺസ്റ്റേബിൾ ആണെങ്കിൽ ഒരു നീ ഇമ്മൊബിലൈസർ പോലത്തെ എന്തെങ്കിലും ഒരു ദാറ്റ് ആക്ച്വലി സ്റ്റെബിലൈസസ് ദ നീ. പേഷ്യൻ്റ് വിൽ ബി ഏബിൾ ടു മൂവ് അറൗണ്ട് ബെറ്റർ. റെസ്റ്റ് കൊടുക്കുന്നു, പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്നു, ആൻഡ് വി വിൽ സ്റ്റാർട്ട് ദ പേഷ്യൻ്റ് ഓൺ ഫിസിയോതെറാപ്പി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റെസ്റ്റ്, ഐസിങ്, കംപ്രഷൻ, എലിവേഷൻ, അതുപോലെ ജെൻറ്റിൽ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ് ടു മെയിൻറ്റെയിൻ ദ മൂവ്മെൻറ്റ്സ് നമ്മൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ പേഷ്യൻറ്റിനെ വിളിപ്പിക്കുന്നു. നമ്മൾ അപ്പം പേഷ്യൻ്റെ പെയിൻ എല്ലാം കുറഞ്ഞിരിക്കും. പക്ഷേ പേഷ്യൻ്റ് കൂടുതലായിട്ട് ഇൻസ്റ്റെബിലിറ്റി പേഷ്യൻറ്റിന് വരും. എന്ന് വെച്ചാൽ നടക്കുമ്പോഴത്തേന് ഗിവിങ് വേ ഫീലിംഗ് പോലെ പേഷ്യൻറ്റിന് വരുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഡയഗ്നോസിസ് കൺഫേം ആക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഒരു MRI സ്കാൻ എടുത്ത് വി വിൽ കൺഫേം അവർ ഡയഗ്നോസിസ്. അത് ഡയഗ്നോസിസ് കൺഫേംഡ് ആകുന്നതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ഇഞ്ചുറീസ് ഉണ്ടോ, മെനിസ്കസിന് എന്തെങ്കിലും കീറലോ വിള്ളലുകളോ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ തരുണാസ്ഥയ്ക്ക് കാർട്ടിലേജിന് എന്തെങ്കിലും ഡാമേജ് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഇഫ് ദ പേഷ്യൻറ്റ് കണ്ടിന്യൂസ് ടു ബി സിംറ്റമാറ്റിക്, പേഷ്യൻറ്റ് ഈസ് നോട്ട് ഫീലിംഗ് കോൺഫിഡൻറ്റ് അബൌട്ട് പുട്ടിങ് ഫീറ്റ് ഡൗൺ, പേഷ്യൻറ്റ് ഈസ് ഫീലിംഗ് അൺസ്റ്റേബിൾ, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പേഷ്യൻറ്റിന് ACL റീകൺസ്ട്രക്ഷൻ സർജറിയെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ACL എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം അൺലെസ് ആൻഡ് അണ്ടിൽ ഒരു ബോണിൻ്റെ പീസുമായിട്ട് ലിഗമെൻറ്റ് പോയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വളരെ റെയറായിട്ട് നമുക്കൊരു സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ മോസ്റ്റ് ഓഫ് ദ ടൈം അത് മിഡ് സബ്സ്റ്റൻസ് ആയിട്ടായിരിക്കും ടയർ ആകുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്കത് തുന്നിപ്പിടിപ്പിക്കാൻ പറ്റത്തില്ല. വി വിൽ ഹാവ് ടു റീപ്ലേസ് ഇറ്റ്. അതിനാണ് ACL റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ശരീരത്തെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാവുന്ന ടെൻഡൻസ് എടുത്ത് നമ്മൾ അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അതിപ്പം കൂടുതലായിട്ട് നമ്മൾ ആർത്രോസ്കോപ്പിക്കലിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള കട്ട്സ് വേണ്ടി വരത്തില്ല. സ്മോൾ സ്റ്റാബ് ഇൻസെഷൻ, സേ അബൌട്ട് 3 to 4 millimeter കപ്പിൾ ഓഫ് ഇൻസെഷൻസ് വെച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ACL ടിയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യണം തീരുമാനിച്ചു. ഇത് കഴിയുമ്പോൾ നമ്മളൊരു റിക്കവറി പീരീഡിൽ കൂടെ കടന്നു പോകണല്ലോ. ഇപ്പോൾ ഒരു സ്പോർട്സുകാരനെ സംബന്ധിച്ചിടത്തോളം കളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ഒരു സമയം ഇവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവുമോ? ACL സർജറി കഴിഞ്ഞാൽ ഉടനെ പെയിൻ ഉണ്ടാവുമോ? പെയിൻ ഇപ്പം നാച്ചുറലി നമ്മളിപ്പോൾ ACL അതിനെക്കുറിച്ച് പറയുമ്പോഴേ ഈ കാണുന്നതാണ് നമ്മുടെ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വേറെ ഇത് ടെൻഡൻ എടുത്ത്, അതായത് നമ്മുടെ ഡോണർ ടെൻഡൻ എടുത്തിട്ട് നമ്മളിത് വെക്കുമ്പോഴേ ഇവിടെ ഒരു ടണലുണ്ടാക്കും. ഈ ടണലിലോട്ടാണ് ഇത് വെക്കുന്നത്. നമ്മൾ ചെടിയൊക്കെ നടുന്ന പോലെ, ഒരു കപ്പ നടുന്ന പോലത്തെ ഒരു ചെറിയ പ്രോസസ്സാണ് സിമ്പിൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു ടണലുണ്ടാക്കിയിട്ട് ആ ഗ്രാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തോട്ട് പിടിക്കണം. അപ്പോൾ ആ പിടിക്കുന്നത് വരെ ഇവിടെ വേദന ഉണ്ടാവാം. കാരണം ഈ ടണലൊക്കെ ഡ്രിൽ ചെയ്യുമ്പോഴും ഒക്കെ ഹ്യൂമൻ ബോഡിയിലാണല്ലോ നമ്മൾ ഡ്രിൽ ചെയ്തേക്കുന്നത്. വേദന ഉണ്ടാവും. പക്ഷേ അത് ഓപ്പൺ സർജറിയേക്കാളും വളരെ കുറവായിരിക്കും. ഓപ്പൺ സർജറി കാരണം നമ്മുടെ പേഷ്യൻസിനെ നമ്മളിപ്പോൾ ACL സർജറി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമ്മൾ നടത്തിക്കും. അവരങ്ങനെ പെയിനൊന്നും വളരെ സിവിയർ പെയിനൊന്നും പറയാറില്ല. അപ്പോൾ അതിനുള്ള, അതായത് നമ്മളിത് പിടിപ്പിക്കുന്നത് തന്നെ ഒരു ഐസോമെട്രിക് പോയിന്റിലാണ്. അതായത് ഐസോമെട്രിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുട്ട് മടക്കിയാലോ നൂത്താലോ ഈ ലിഗമെൻറ്റിൻ്റെ ലെങ്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതിന് ചെറിയ കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേദന ഉണ്ടാവാത്തത്, വേദന കുറഞ്ഞിരിക്കുന്നത്. ഇനി ശരി, ഇത് നമ്മൾ ചെയ്ത് വിട്ടു. ആദ്യത്തെ 1 മാസം അവൻ റെസ്റ്റ് എടുത്തു, 2 മാസവും അവൻ റെസ്റ്റ് എടുത്തു. പക്ഷേ 5 മാസം ആകുമ്പോൾ അവന് വ്യഗ്രതയാണ് കളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ റിക്കവറിയിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താ ഈ അത്ലീറ്റ്സിൻ്റെ ഒക്കെ? അത്ലീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ധൃതിയാകാനായിട്ട്, അപ്പോൾ അവരുടെ സ്റ്റേജ്ഡ് ആയിട്ടേ ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇത് ആദ്യം ഇതൊന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ ഈ ടണലിൽ വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്തോട്ട് രക്തക്കുഴലൊക്കെ കിളിച്ച് കയറി വേണം ഇത് അതിനകത്ത് അഡാപ്റ്റ് ആവാൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഫേസ് ഒരു 6 വീക്സാണ്. അപ്പോൾ പിന്നെ ഈ ഹീലിംഗ് എന്ന് പറയുന്നതിനകത്ത് ബേസിക്കലി നടക്കുന്നത് ഈ കൊളാജൻ എന്ന് പറഞ്ഞ ഫൈബേഴ്സ് വന്നിട്ടാണത്. ആദ്യം അത് ഇമ്മച്യൂർ ആയിരിക്കും. അത് മെച്യൂറായി വരാനായിട്ടൊരു 3 മാസം എടുക്കും. അപ്പോൾ ആ 3 മാസം വരെ ഇതിന് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് വീണ്ടും പ്രശ്നമായിപ്പോവും. അപ്പോൾ ഇത് സ്ട്രെങ്ത് വരാനായിട്ട് നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കണം. ചെറിയ എക്സസൈസ് വേണം. ഒന്നും ചെയ്യാതിരുന്നാൽ ഇതിന് ബലം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫിസിയോതെറാപ്പി ഒരു പ്രോഗ്രാമിൽ പേഷ്യൻസിനെ നമ്മൾ ആക്കും. അപ്പോൾ അതുമായിട്ട് അവർ സഹകരിച്ച് കറക്റ്റായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസോടുകൂടി എക്സസൈസൊക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അറൗണ്ട് 6 to 9 months അവർക്ക് കോൺടാക്ട് സ്പോർട്സിലോട്ട് പോകാൻ പറ്റും. 9 months അപ്പോഴത്തേക്ക് ഇത് നല്ല സ്ട്രോങ് ആകത്തുള്ളൂ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചുറി വരാതിരിക്കാനുള്ള നമ്മൾ കണ്ടീഷനിങ്, മസിൽസൊക്കെ ഈ പറയുന്ന പോലെ മടക്കുമ്പോൾ അതനുസരിച്ച് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ വേണം, മസിൽ സ്ട്രെങ്ത് വേണം,
റിഫ്ലക്സസ് ഒക്കെ നല്ലോണം ഡെവലപ്പ് ചെയ്യണം. നേരെ മറിച്ച് അത് കൂടാതെ തന്നെ നമ്മൾ വെച്ചേക്കുന്ന ലിഗമെൻസിനൊക്കെ സ്ട്രെങ്ത് വരണം, അതിൻ്റെ കൊളാജൻ ഫൈബറൊക്കെ അലൈൻ ചെയ്ത് വരണം, മെച്യൂറേഷൻ വരണം. അപ്പോൾ ഇതിനൊക്കെ ഒരു നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സ് ഉണ്ട്. അത് എനിവേറെ ഈ പറഞ്ഞ 3 to 6 monthsനകത്താണ് ഇത് നല്ലപോലെ ഇതാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മെച്യൂർ ആവുന്ന സമയത്താണ് നമ്മൾ ശരിക്കും കോൺടാക്ട് സ്പോർട്സിലോട്ട് വിടുന്നത്. ഇതല്ലാതെ പോകാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിക്കും. ഇതിനകത്ത് ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ വെക്കും. അതിനകത്ത് നമ്മൾ നാച്ചുറൽ നമ്മുടെ ബയോളജിക്കൽ അല്ലാത്ത ഫൈബേഴ്സ് ഒക്കെ വെക്കും. ഇപ്പം ഫൈബർ ടേപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം വെച്ച് ഓഗ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈബർ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ നമുക്ക് വേണമെങ്കിൽ സ്പോർട്സിലോട്ടൊക്കെ വിടാൻ പറ്റും. എന്നാലും എത്ര നേരത്തെ? അത് ഡിപ്പെൻസ് ഓൺ ഈ ഓൾ ദീസ് ഫാക്ടേഴ്സ്. ഇത്ര നേരം ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു മിനിമം 3 months എന്തായാലും പോക്കണം. സ്പോർട്സിന് നമ്മൾ ഡെഫിനറ്റ്ലി 9 months to 1 year ആണ് പറയുന്നത്. 1 year കൂടിയോ? അപ്പോൾ ഇതിലേ അല്ല, അത് ഞാൻ പറയാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വെൽ ഡൺ സർജറി ഈസ് ഹാഫ് ഡൺ. ഓക്കെ, അത്രേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ സർജറി എത്ര നന്നായി ചെയ്താലും റീഹാബിലിറ്റേഷൻ മോശമാണെങ്കിൽ ആ വെച്ച ഗ്രാഫ്റ്റ് റപ്ചർ ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ ACL പൊട്ടണമെങ്കിൽ വെച്ച ACL പൊട്ടാം. ഓ, അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ വേണം പേഷ്യൻറ്റിന്. അത് സർജറിക്ക് മുന്നേ തന്നെ പേഷ്യൻറ്റിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അതായത് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നിനക്ക് പോയി കളിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഫോളോ അപ്പിനും നമ്മൾ ഓരോ ടൈപ്പ് എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആദ്യം ക്ലോസ് ചെയിൻ എക്സസൈസുകളായിരിക്കും. പിന്നെ ഇത്ര മാസം കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയിൻ, മറ്റേ മസിൽ സ്ട്രെങ്തനിങ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. 9 months ആണ് ഇതിൻ്റെ ഒരു ടൈം. 9 months മസിൽ സ്ട്രെങ്ത് പ്രോപ്പറായിട്ട് വേണം, എന്നിട്ട് കളിക്കാൻ പാടുള്ളൂ. പ്രശ്നമാണ്, കേട്ടിടത്തോളം ബുദ്ധിമുട്ടാണ്. അല്ല, അത് ഡെഫിനറ്റ്ലി അത് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റീ ഇഞ്ചുറിയുടെ റേറ്റ്സ് ഭയങ്കര കൂടുതൽ. നമ്മുടെ എല്ലാ മേജറായിട്ടുള്ള എല്ലാ സ്പോർട്സ് സെൻറ്റേഴ്സിലും നമ്മളൊരു 0 to 2 weeks ഒരു പ്രോട്ടോക്കോളുണ്ട്, 2 to 6 weeks ഒരു പ്രോട്ടോക്കോളുണ്ട്, 6 weeks to 3 months ആൻഡ് 3 to 6 months. ആദ്യത്തെ 0 to 2 weeks മെയിൻലി നമ്മൾ പെയിൻ മൊബിലൈസേഷൻ, നമ്മുടെ കാലിന് എന്തെങ്കിലും ബെൻഡ് ആകാതിരിക്കാനായിട്ടുള്ള സ്ട്രെയിറ്റനിങ് എക്സസൈസ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള എക്സസൈസസ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഐസിങ്ങും അങ്ങനെയുള്ള പെയിൻ മാനേജ്മെൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6 weeks to 3 months വരെ നമ്മൾ ഒരു മൊബിലൈസ്, ഒരു 2 weeks to 6 weeks വരെ നമ്മൾ കാലിൻ്റെ മൊബിലിറ്റി ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ക്ലോസ് ചെയിൻ എക്സസൈസസ്, നമ്മൾ ACL ഗ്രാഫ്റ്റിന് ടെൻഷൻ കൊടുക്കാത്ത പോലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 6 weeks to 3 months വരെ നമ്മൾ ഹോപ്പിംഗ്, ജമ്പിങ്, സ്കിപ്പിംഗ് അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എൻകറേജ് ചെയ്യത്തില്ല. ബാക്കിയുള്ള എല്ലാ ട്രെയിനിങ്ങും, സ്ട്രെങ്ത് ട്രെയിനിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആഫ്റ്റർ 3 months to 6 months അതാണ് ഒരു ക്രിട്ടിക്കൽ പീരീഡ്. യു ക്യാൻ ട്രെയിൻ ഹിം ഫോർ ഹിസ് സ്പെസിഫിക് സ്പോട്ട്. അപ്പോഴാണ് നമ്മളൊരു 3 നമ്മൾ പറയുമ്പോഴത്തേന് 3 months ഗ്രാഫ്റ്റിൻ്റെ സ്ട്രെങ്ത് പറയും 30% ഓഫ് ദ ഒറിജിനൽ ഗ്രാഫ് സ്ട്രെങ്ത് എന്ന് പറയും. അത്രയും കുറയും. അത് കഴിഞ്ഞിട്ട് വേണം റീവാസ്കുലറൈസേഷൻ വഴി അതിൻ്റെ സ്ട്രെങ്ത് ഫുള്ളായിട്ട് വരാനായിട്ട്. ഒരു മാക്സിമം സ്ട്രെങ്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു 9 months വരെ എടുക്കുന്നതാണ്. ഇനി ACL ടിയർ ആയിട്ടില്ല, വലിഞ്ഞിട്ടേ ഉള്ളൂ, ഇഞ്ചക്ഷൻ വെച്ചും ഗുളിക കഴിച്ചും കളിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല, അപ്പം റിസ്ക് സെയിമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കയറ് പകുതി പൊട്ടി, അതല്ല, അതെ, നമുക്ക് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിന് താങ്ങാൻ പറ്റുന്ന ഒരു ലോഡുണ്ട്. ഇപ്പോൾ 100 kilo താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ അതിനകത്ത് ഒരു 50 kilo വരെ അത് ലോഡ് ചെയ്ത് താങ്ങിക്കോളും. അപ്പോൾ ഒരു കോൺടാക്ട് സ്പോർട്സിൽ വരുമ്പോഴത്തേക്ക് കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചൊക്കെ മാനേജ് ചെയ്യുവാണെങ്കിൽ കുഴപ്പം വരത്തില്ല. പക്ഷേ ഭയങ്കര ഒരു മാച്ചിൽ ഭയങ്കര ഒരു ഇഞ്ചുറി വന്നായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പം കെയർഫുൾ ആവണം. നമുക്ക് എപ്പോഴും റിസർവ് ഉണ്ട്, ബോഡിക്ക് ഒരു റിസർവ് ഉണ്ട് താങ്ങാൻ പറ്റുന്നതിന്. ആ റിസർവിന് മുകളിൽ പോകുമ്പോഴാണ് ഇത് പ്രശ്നമാണ്. ആയാൽ നല്ല പ്രശ്നം. പിന്നെ പൊട്ടി ഈ ഒരു വർഷത്തെ കൂടുതൽ ചിലപ്പം ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡിപ്പെൻസ്. ഇതിപ്പം ഒരു ഫാക്ടർ, നമ്മൾ സർജനെ സംബന്ധിച്ച് നമ്മൾ സേഫ് എന്ന് പറയുന്നത് ഒരു 9 months 1 year എന്നൊക്കെ പറയുന്ന ടൈമുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ആൾക്കാർ ഇറങ്ങും. ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവാതെ പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ആദ്യം ഉണ്ടായ ഇഞ്ചുറിയുടെ അത്രയും ഫോഴ്സ് എപ്പോഴും വരണമെന്നില്ല. ചിലപ്പോൾ ഹി മേ ബി മോർ കെയർഫുൾ. അപ്പോൾ രണ്ടാമത്തെ ടൈം ആകുമ്പോഴത്തേക്ക് അന്ന് ഇഞ്ചുറി ഉണ്ടായ അതേ പാറ്റേണിലായിരിക്കത്തില്ല ചിലപ്പോൾ പോകുന്നത്. കെയർഫുൾ ആവും. ഒരു തവണ ACL ടയർ വന്നു എന്ന് വിചാരിക്കാം, സർജറി ചെയ്തു, രണ്ടാമത് നമ്മളെടുത്ത് പിടിപ്പിച്ചു, ശരിയായി, ടയർ വന്നു. അങ്ങനെ എത്ര തവണ ടയർ വരാവോ? രണ്ടാമതും പറ്റാം, മൂന്നാമത്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞത് ഈ റീ ഇഞ്ചുറി ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി ACL സർജറി കഴിഞ്ഞു, രണ്ടാമതും ഇത് പൊട്ടി. അപ്പോൾ രണ്ടാമതും നമ്മളിത് ചെയ്യും.
അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ രണ്ടാമതും വരുന്ന ഇഞ്ചുറീസിൽ വേറെ കുറേ ഇഞ്ചുറീസ് ഉണ്ടാവാം. മെനിസ്കസിന് പ്രോബ്ലം ഉണ്ടാവാം, ഈ പറഞ്ഞ പോലെ കാർട്ടിലേജിന് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് അസസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇങ്ങനത്തെ പേഷ്യൻസിന് ഈ പിവട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് സ്ലിപ്പ് ആവുന്ന ഇതുണ്ട്, ഈ ബോണിൻ്റെ ഇതിങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കാലെന്നിട്ട് പിന്നെ പിടിച്ചിടേണ്ട വരണ പോലെയൊക്കെ വരണേ. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പിവറ്റ് ഷിഫ്റ്റ് ടെസ്റ്റ് എന്ന് പറയും, നമ്മളത് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ പിവറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ACL റീകൺസ്ട്രക്ഷന് പുറമെ ഒരു എക്സ്ട്രാ ആർട്ടിക്കുലർ പ്രൊസീജിയർ എന്ന് പറയും, അതിൻ്റെ ലാറ്ററൽ സൈഡിൽ കുറച്ചും കൂടെ ടൈറ്റൻ ചെയ്യുന്ന പ്രൊസീജിയറുണ്ട്, അതും കൂടെ ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി റീ റപ്ചർ കേസുകൾക്ക്. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അത് വീണ്ടും ഫെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതിനി സാധ്യത ഉള്ളൊരു കാര്യമാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ ഈ റീഹാബിലിറ്റേഷൻ ആണ് ഇതിൻ്റെ മെയിൻ കാര്യം. നമ്മൾ പ്രോപ്പർ മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം, റിഫ്ലക്സസുകളൊക്കെ കറക്റ്റാണ്. പിന്നെ ന്യൂട്രീഷൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ റൊണാൾഡോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പാടാ. അപ്പം നമ്മളത് പക്ഷേ അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ബാലൻസ് ഡയറ്റ് കഴിച്ചാലേ നമുക്ക് ഈ പറഞ്ഞ കൊളാജൻ ഫൈബറാണ് ഇതിൻ്റെ എല്ലാം ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ആ ഫൈബറിന് സ്ട്രെങ്ത് കൊടുക്കണമെങ്കിൽ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ ചേരണം. ന്യൂട്രിയൻസ്, പല വൈറ്റമിൻസ് വേണം. വൈറ്റമിൻ സി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാതിരിക്കുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാതിരിക്കുന്നവർക്കൊക്കെ ഈ കൊളാജൻ സിന്തസിസ് നല്ലപോലെ നടക്കത്തില്ല, അതിൻ്റെ മെച്യൂറേഷൻ നടക്കത്തില്ല, സ്ട്രെങ്ത് നല്ലതാവത്തില്ല. അപ്പോൾ അത് വീണ്ടും ഒരു റീറപ്ചർ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂട്രീഷനും വളരെ ഇമ്പോർട്ടൻ്റാണ്. സ്പോർട്സ് ന്യൂട്രീഷൻ ചില നല്ല കളിക്കാരൊക്കെ ചിലപ്പോൾ അതിനകത്ത് വളരെ ഇതായിരിക്കും, പക്ഷേ നമുക്ക് വെറുതെ എക്സൈറ്റഡ് ആയിട്ട് കളിക്കുന്നവർ ചിലപ്പോൾ അത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും, അവർക്ക് ഡിസിപ്ലിൻ കുറവായിരിക്കും, ആ ഭക്ഷണത്തിലുള്ള അങ്ങനെയുള്ള മൊത്തം ഓവറോളായിട്ടുള്ള ഒരു ഇത് കാണത്തില്ല. അതും ഒരു വൺ ഓഫ് ദി റീസൺസാണ് ഞാൻ നോക്കിയിട്ട് ഇഞ്ചുറി വരാനുള്ള ഇഞ്ചുറി വരാനായിട്ടുള്ളത്.